ഈ സംഭവത്തിന് ശേഷം ഞാൻ രോഗാതുരയായി. സ്നേഹമുള്ള മദർ സുപ്പീരിയർ സ്കോലിമൂവിലേക്ക് മറ്റു 2 സിസ്റ്റേഴ്സിന്റെ കൂടെ എന്നെ വിശ്രമത്തിനായി അയച്ചു. ആ സ്ഥലം വാർസോയിൽ നിന്ന് അകലെയായിരുന്നില്ല. ആ സമയത്താണ് ഇനി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈശോയോട് ചോദിച്ചത്. ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് അടുത്ത രാത്രി എന്നെ അറിയിക്കാമെന്ന് ഈശോ പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി എന്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു. തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിമിഷനേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ പീഡ അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പോലും എന്റെ കാവൽ മാലാഖ എന്നെ വിട്ടുപിരിഞ്ഞില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത്. അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു. അവരോട് കുറച്ച് സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്റെ കാവൽ മാലാഖ അവിടെ നിന്ന് പോകാൻ സമയമായെന്ന അടയാളം കാണിച്ചു. പീഡനത്തിന്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നു. ഞാൻ അന്തരാത്മാവിൽ ഒരു സ്വരം കേട്ടു. അതിങ്ങനെ പറഞ്ഞു: എന്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എന്റെ നീതി ഇതാവശ്യപ്പെടുന്നു. ആ ദിവസം മുതൽ പീഡ അനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു.